എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം ഞാൻ ബാലകൃഷ്ണൻ പെരിയ. സത്യത്തിൽ ഒരു റേഡിയോ ജോക്കി ആവുക അല്ലെങ്കിൽ ഒരു റേഡിയോ പ്രസന്റർ ആവുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ മലയാള ഭൂമിയിലുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ആർജെ എങ്ങനെയാവാം, ഒരു ആർജെ ആവാൻ എന്തൊക്കെ ചെയ്യണം, അതിന് പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും കോഴ്സുകളുണ്ടോ, അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്താൽ ആർജയായി മാറാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ എത്രയോ കാലമായി ഞങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആർജെ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കൊച്ചു വീഡിയോ വേണം എന്ന് പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കരിയർ ആരംഭിച്ചത് കണ്ണൂർ FM-ൽ നിന്നാണ്. അപ്പൊ കണ്ണൂർ FM അന്ന് എന്താണ് പാർട്ട് ടൈം അനൗൺസേഴ്സ് അല്ലെങ്കിൽ കാഷ്വൽ അനൗൺസേഴ്സിനെയൊക്കെയാണ് വിളിക്കാറുള്ളത്. അങ്ങനെ യുവവാണി അവതരിപ്പിക്കാനാണ് ഞാനൊക്കെ ആദ്യമായിട്ട് പോയത്. അപ്പൊ യുവവാണി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. ആകാശവാണി കണ്ണൂർ യുവവാണി. ഇന്നത്തെ യുവവാണിയിൽ ആദ്യ ഗാനം ചിത്ര ആലപിച്ചത്. ചിത്രം എന്നൊക്കെയുള്ള രീതിയിലാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു കളയാം എന്ന് വിചാരിച്ചാൽ അതൊന്നും പറയാൻ സാധിക്കില്ല. നമ്മൾ എഴുതി കൊണ്ടുപോയ സ്ക്രിപ്റ്റ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ വളരെ മനോഹരമായിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ശൈലി. പക്ഷെ ആ ശൈലിയിൽ നിന്നൊക്കെ മാറി ഇന്ന് ലോകം മുഴുവൻ റേഡിയോ ജോക്കിമാരായി. റേഡിയോ പ്രസന്റേഴ്സ്, അനൗൺസേഴ്സ് എന്ന പേരൊക്കെ ഇപ്പോൾ കടപുഴകി പോയിരിക്കുന്നു. ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിൽ നമുക്ക് കേൾക്കുന്നത് ആർജയാണ്. പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആർജെ ആവുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. ശബ്ദത്തിൽ നിന്നാണ് ഈ ലോകത്തിന്റെ ഉത്ഭവം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എത്രയോ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു. ആ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഭാഷയിൽ നിന്ന് പിന്നീട് അച്ചടി മാധ്യമങ്ങൾ കടന്നു വന്നു. ദൃശ്യമാധ്യമം വളരെ അഗ്രസീവായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, അതിജാഗ്രതയോടുകൂടി അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും സൂക്ഷ്മവും സുന്ദരവുമായിട്ടുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നത് ശ്രവ്യ മാധ്യമം അഥവാ വോയിസ് ഇൻഡസ്ട്രിയാണ്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പോയി. ഇപ്പൊ സ്പോട്ടിഫൈ, അതല്ലെങ്കിൽ പിന്നെ കുക്കു FM, കഥാ കഫേ തുടങ്ങിയിട്ട് എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ശബ്ദത്തിലൂടെ മാത്രം കേൾക്കാൻ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ മേഖല തന്നെ ലോകവ്യാപകമായി പ്രചരിച്ചു നിൽക്കുകയാണ്. എല്ലാവരും പോഡ്കാസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ആർജെ ആവാൻ നിങ്ങൾ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ പോലെ റേഡിയോയിൽ മാത്രം പോയി റേഡിയോയുടെ ഇപ്പൊ ഞാനിരിക്കുന്ന മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഇരിക്കുക എന്ന് പറയുന്ന ഒരു ജോലി മാത്രമല്ല, ബാക്കി എത്രയോ ജോലികൾ ഉണ്ട്. അപ്പൊ ലോകത്തിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ഇനി ഭാവിയിൽ ഇത്തരം റേഡിയോ സ്റ്റേഷനുകൾ കടന്നു വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ റേഡിയോ സ്റ്റേഷനിലൊന്നും നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എന്ന് കരുതുക. പക്ഷേ ഒരു റേഡിയോ അവതാരകനാവാൻ അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ വിസ്മയം തീർക്കാനുള്ള അപാരമായ കഴിവ് നിങ്ങൾ സ്വായത്തമാക്കുന്നു എന്ന് കരുതുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, പോഡ്കാസ്റ്റ്. ആരുടെയും സഹായം വേണ്ട. ഇതുപോലെ ഒരു റെക്കോർഡിംഗ് സിസ്റ്റം വേണം, ഒരു മൈക്ക് നിങ്ങളുടെ മുമ്പിൽ വേണം, ഒരു ഹെഡ്ഫോൺ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് റേഡിയോ പ്രോഗ്രാം നടത്താൻ വേണ്ടി പറ്റും. ശബ്ദത്തെ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് മോഡുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആർജയായിട്ട് മാറാൻ വേണ്ടി കഴിയും. അങ്ങനെ എങ്ങനെയാ മോഡുലേറ്റ് ചെയ്യുക? ആ മോഡുലേഷൻ സത്യത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ന് കൃത്യമായിട്ട് ഈ ശബ്ദ വിസ്മയ പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ മനോഹരമായി നിങ്ങളെ പഠിപ്പിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന സൗണ്ട് പാർക്ക് അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ കുട്ടികൾ ഈ മേഖലയിൽ വന്ന് പഠിച്ച് പല മേഖലകളിലും ശബ്ദത്തിൻ്റെതായ ലോകത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി ശബ്ദം പഠിച്ചാൽ ആർജ മാത്രമല്ല, മറ്റു പല ജോലികളും നിങ്ങൾക്ക് സ്വന്താക്കാൻ വേണ്ടി പറ്റും. ഓഡിയോ ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. പുസ്തകങ്ങൾ വായിക്കുക എന്നതിന് പകരം പുസ്തകങ്ങൾ കേൾക്കുക എന്ന രീതിയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കുക. ഇരുന്ന് വായിക്കാനൊന്നും സമയമില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് ഇങ്ങനെ ഒരു യാത്രക്കിടയിൽ ഒരു പുസ്തകം മുഴുവൻ കേട്ട് തീരും. അതാണ് ഇപ്പോൾ ആമസോൺ പോലുള്ള വമ്പൻ ലോക കമ്പനികൾ, ഒഡിബിൾ,
എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ ഓഡിയോ ബുക്സിന് വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ കഥ കഫേ എന്ന് പറയുന്ന, സ്റ്റോറി ടെൽ എന്ന് പറയുന്ന, കുക്കു FM എന്ന് പറയുന്ന നിരവധി റേഡിയോ ഓഡിയോ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് ലോകത്തിൽ സജീവമാണ്. നിങ്ങൾക്ക് നല്ല സുന്ദരമായിട്ടുള്ള നരേറ്റർ ആവാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എത്രയോ പരസ്യങ്ങൾ, ഞാൻ തന്നെ 500 പരസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിക്കിങ്, ഇപ്പോൾ നഗരത്തിൽ സംസാര വിഷയം ചിക്കിങ് മാത്രം എന്നൊക്കെ നമ്മൾ വേറൊരു മോഡൽ പറയും. മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. അപ്പോൾ ടാഗ് ലൈൻ എങ്ങനെ പറയണം, ഒരു ബ്രാൻഡ് നെയിം എങ്ങനെ പറയണം, അതിനു മുമ്പുള്ള സ്റ്റേറ്റ്മെന്റ് ആഡ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ആഡ് എങ്ങനെ പറയണം, അല്ലെങ്കിൽ അത് എന്താ പറയുന്നത് ഡയലക്റ്റിക്കൽ ആണെങ്കിൽ അതെങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ മനോഹരമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്കൊരു ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദത്തെ വിന്യസിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് അത് നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ആർജയായിട്ട് മാറാൻ വേണ്ടി കഴിയും. നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. നിത്യാഭ്യാസിക്ക് നിങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂപ്രദേശം എവിടെയുമായിക്കൊള്ളട്ടെ, പ്രാദേശികമായിട്ടുള്ള ഭാഷാ സ്വാധീനം ഇത്രയും കാലം നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ സ്വാധീനിച്ചു എന്നിരിക്കട്ടെ, അതിനെയൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് പ്രക്ഷേപണ യോഗ്യത ഉള്ള നല്ല മലയാള ഭാഷയിൽ ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു ആർജയാവുക എന്നുള്ളത് മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്ന ഒരു സ്വപ്നമല്ല. ആ സ്വപ്നം ഈ ലോകത്തെ ആകെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ശബ്ദ വിസ്മയത്തിലേക്ക് സഞ്ചരിക്കാനുള്ള മോഹമായി, സ്വപ്നമായി നിങ്ങൾ മാറ്റണം. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഡ്രീം ഡ്രീം ഡ്രീം, കൺവേർട്ട് ദാറ്റ് ഡ്രീംസ് ഇൻ ടു തോട്ട്സ്, മേക്ക് ദാറ്റ് തോട്ട്സ് ഇൻ ടു റിയാലിറ്റി. ചിന്തകളിലേക്ക് ഓൾറെഡി നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ആ കൊണ്ടുവന്നിരിക്കുന്ന ചിന്തകളെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരണം. തീർച്ചയായിട്ടും അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് സൗണ്ട് പാർക്ക് അക്കാഡമി. ഇങ്ങനെയുള്ള നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മോഹം സഫലമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. RJ ആവുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സ്റ്റേജ് ആങ്കർ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രസന്റർ ആവാനൊക്കെ ഇത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നേരിട്ട് എപ്പോഴെങ്കിലും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ RJ ആവാൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നന്ദി. നിങ്ങളുടെ സ്വന്തം ബാലേട്ടൻ.